നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തെരുവുനായ വിഷയത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. മനുഷ്യജീവന് ഭീഷണിയാകുന്ന നായ്ക്കളെ കൊല്ലാമെന്ന് കോടതി. പൊതുയിടങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളെ നീക്കണമെന്നും നിർദ്ദേശം. സ്ഥിതി രൂക്ഷമാക്കിയത് സർക്കാരുകളുടെ നിഷ്ക്രിയത്വമെന്നും രൂക്ഷ വിമർശനം. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാകുന്നുണ്ടോ എന്ന് ഹൈക്കോടതി ഉറപ്പാക്കണമെന്ന് 3-അംഗ ബെഞ്ച്. മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ വിജ്ഞാപനം വൈകുന്നു. ഫിഷറീസ് ലീഗിന് നൽകുന്നതിൽ കോൺഗ്രസിൽ എതിർപ്പ്. കൃഷി വകുപ്പിൽ നീരസവുമായി സിദ്ദിഖ്. ടേം വ്യവസ്ഥയിൽ അതൃപ്തി പരസ്യമാക്കി മാണി സി കാപ്പൻ. സംസ്ഥാനത്തെ ധനസ്ഥിതിയിൽ ധവളപത്രമിറക്കുന്നതിന് സമിതിയെ നിയോഗിച്ച് BD സർക്കാർ. 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ നിലപാട് കടുപ്പിച്ച് ബിനോയ് വിശ്വം. വലിയ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ വിമർശനങ്ങൾ സ്വാഭാവികമെന്ന് M സ്വരാജ്. നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയതിനു പിന്നാലെ പാലക്കാട്ട് CPM-ൽ പൊട്ടിത്തെറി. BD സർക്കാരിൻ്റേത് പ്രതീക്ഷ നൽകുന്ന തീരുമാനമെന്നും നന്ദിയെന്നും ആശാപ്രവർത്തകർ. മറ്റന്നാൾ വിക്ടറി ഡേ ആയി ആഘോഷിക്കും. 10 വർഷത്തിനു ശേഷം സെക്രട്ടേറിയറ്റിലെ സമര ഗേറ്റ് തുറന്നു. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ പരാതിക്കാരി നേരിട്ടത് കൊടും ക്രൂരത. മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകിയെന്നും മർദ്ദിച്ച് പ്രതികരണശേഷി നഷ്ടപ്പെടുത്തിയെന്നും പരാതിക്കാരി. കേസിൽ ഒരു സ്ത്രീ കൂടി പിടിയിൽ. കസ്റ്റഡിയിലുള്ള സിന്ധുവിനെയും അലീനയെയും പോലീസ് ചോദ്യം ചെയ്യുന്നു. ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിനും ഡീസലിനും 90 പൈസ വീതം കൂട്ടി. ഒരാഴ്ചയ്ക്കിടെ വില കൂടുന്നത് 2-ാം തവണ. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ല എന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലേക്കുള്ള ഇന്ധനവുമായി ഒരു കപ്പൽ കൂടി ഹോർമുസ് കടലിടുക്ക് കടന്നു. ഇറാനെ ആക്രമിക്കുമെന്ന പ്രഖ്യാപനം താൽക്കാലികമായി പിൻവലിച്ച അമേരിക്ക. നീക്കം ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച്. ഫിഫ ലോകകപ്പിനുള്ള ബ്രസീൽ ടീമിൽ ഇടം നേടി നെയ്മർ. റോഡ്രിഗോ, മിലിറ്റാഡോ, എസ്തവാഡോ, പെട്രോ, സാന്റോസ് എന്നിവരെ ഒഴിവാക്കി. IPL-ൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയൻസ് പോരാട്ടം. തെരുവുനായ പ്രശ്നത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. പൊതുജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന നായ്ക്കളെ കൊല്ലാമെന്ന് കോടതി ഉത്തരവിട്ടു. പൊതുസ്ഥലത്തു നിന്നും തെരുവ് നായ്ക്കളെ നീക്കണമെന്നും മൃഗസ്നേഹികളുടെ ഹർജി തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കി. രാജ്യത്തെ തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് മനുഷ്യജീവന് ഭീഷണിയാകുന്ന തെരുവുനായ്ക്കളെ കൊല്ലാമെന്ന് നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സന്ദീപ് മേത്ത, NV ആചാര്യ എന്നിവരടങ്ങിയ 3-അംഗ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. തെരുവുനായ ശല്യം തടയുന്നതിനായി കോടതി നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് FIR-ഓ മറ്റ് ക്രിമിനൽ നടപടികളോ സ്വീകരിക്കാൻ പാടില്ല. എല്ലാ സർക്കാർ ആശുപത്രികളിലും വിഷബാധയ്ക്കുള്ള ചികിത്സ ഉറപ്പാക്കണം. ABC ചട്ടങ്ങൾ പാലിക്കണമെന്നും എല്ലാ ജില്ലകളിലും ചുരുങ്ങിയത് ഒരു ABC സെന്റർ പ്രവർത്തിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ആശുപത്രികൾ, സ്കൂൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങി പൊതുസ്ഥലങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ അടിയന്തരമായി മാറ്റണമെന്ന ഇടക്കാല ഉത്തരവ് കർശനമായി പാലിക്കണം. ഇടക്കാല ഉത്തരവ് ചോദ്യം ചെയ്ത് മൃഗസ്നേഹികളും സംഘടനകളും സമർപ്പിച്ച ഹർജികളും സുപ്രീം കോടതി തള്ളി. ഉത്തരവ് നടപ്പാക്കുന്നുണ്ടെന്ന് ഹൈക്കോടതികൾ ഉറപ്പാക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. PD സതീശൻ സർക്കാരിൽ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ തർക്കമുറുകുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൽ നിന്നും ഏറ്റെടുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. പകരം ഫിഷറീസ് വേണമെന്ന ലീഗ് നിലപാടിൽ കോൺഗ്രസിനും ലത്തീൻ സഭയ്ക്കും എതിർപ്പുണ്ട്. കൃഷി വകുപ്പ് ഏറ്റെടുക്കാൻ T സിദ്ദിഖും വിമുഖത അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷം വകുപ്പ് വിഭജനത്തിലും ഇത്തരത്തിലുള്ള അതൃപ്തി തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. K മുരളീധരൻ തന്നെ ഇത്തരത്തിൽ തർക്കങ്ങളുണ്ട് എന്ന് തുറന്നു പറയുകയാണ്. ഏതൊക്കെ വകുപ്പുകളെ സംബന്ധിച്ചാണ് മുന്നണിക്കുള്ളിൽ ഇപ്പോൾ ഈ അതൃപ്തി? ലിജിന് ഫിഷറീസ് വകുപ്പും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തമ്മിൽ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. അതേസമയത്ത് ഫിഷറീസ് അടക്കമുള്ള വലിയ വകുപ്പുകൾ തങ്ങൾക്ക് വേണമെന്ന ആവശ്യമാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ആവശ്യത്തിന്മേലാണ് ചർച്ച നടക്കുന്നത്. നേരത്തെ തന്നെ മുസ്ലിം ലീഗ് ഫിഷറീസ് ഏറ്റെടുക്കുന്നതിൽ തൃപ്തി അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഫിഷറീസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലത്തീൻ സഭയാണ് മുസ്ലിം ലീഗിന് കൊടുക്കരുത് എന്ന ആവശ്യവുമായി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്.
നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ലത്തീൻ ബിഷപ്പുമായി ചർച്ച അടക്കം നടത്തുകയും ചെയ്തതാണ്. എന്തു തന്നെയായാലും ഈ വകുപ്പിൽ തൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടാകുമെന്ന കാര്യം മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചർച്ചകൾ ഇന്നത്തോടുകൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത്. എന്തുതന്നെയായാലും ചർച്ചകൾ പുരോഗമിക്കുന്നു. അതേ സമയത്ത് തന്നെയാണ് ഷിബു ബേബി ജോൺ നേരത്തെ തൊഴിൽ വകുപ്പാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അതിൽ നിന്നും മാറി ഇപ്പോൾ വനം വകുപ്പിലേക്ക് ഷിബു ബേബി ജോണിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ വനം വകുപ്പ് നേരത്തെ പറഞ്ഞിരുന്നത് ടി സിദ്ദിഖിനായിരുന്നു. ടി സിദ്ദിഖിന് വകുപ്പ് മാറി ഇപ്പോൾ കൃഷിയും അതുപോലെ തന്നെ മൃഗസംരക്ഷണം അടക്കമുള്ള വകുപ്പുകളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇവ ഏറ്റെടുക്കുന്നതിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് ടി സിദ്ദിഖ്. അത്തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പലതിലും പല വകുപ്പുകൾ ഏറ്റെടുക്കുന്നതിലും അസംതൃപ്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അസംതൃപ്തിയൊക്കെ മാറ്റിക്കൊണ്ട് വൈകുന്നേരത്തോടുകൂടി വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയും പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ധനകാര്യ വകുപ്പും നിയമവും അതുപോലെ തന്നെ IT ഉൾപ്പെടെയുള്ളത് പൊതുഭരണം ഉൾപ്പെടെയുള്ള 3-4 വകുപ്പുകളാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകമായി കൈകാര്യം ചെയ്യേണ്ട വകുപ്പുകളാണ് ഇവ എന്ന് KC വിഭാഗം ഒരു അഭിപ്രായം ഉയർത്തിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും മുഖ്യമന്ത്രി ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. എന്തിനായാലും ഈ ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. വൈകുന്നേരത്തോടു കൂടി ഈ ചർച്ചകൾ പൂർത്തീകരിച്ചതിന് ശേഷം രാജ്ഭവനിൽ ഇക്കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. രാജ്ഭവനിൽ ആരൊക്കെ ഏതൊക്കെ വകുപ്പ് വിഭജനത്തിൽ തർക്കമുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുന്നു. വൈകുന്നേരത്തോടുകൂടി ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രജിത്താണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി പൊതുജനങ്ങളെ അറിയിക്കുന്നതിനായി ധവളപത്രം ഇറക്കുന്നതിന് ഡോക്ടർ KM ചന്ദ്രശേഖർ അധ്യക്ഷനായുള്ള വിദഗ്ധ സമിതി സംസ്ഥാനത്ത് ആദ്യ യോഗം ചേർന്നു. മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. 10 ദിവസത്തിനകം ധവളപത്രം ഇറക്കാൻ VD സതീശൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുമെന്ന് മന്ത്രി K മുരളീധരൻ. ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികളിൽ മികച്ച ചികിത്സ ലഭിക്കാൻ സംവിധാനമൊരുക്കും. ആവശ്യമുള്ള മരുന്നുകൾ ആശുപത്രികളിൽ ലഭ്യമാക്കും. 2ാമത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് തുടങ്ങും. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഔദ്യോഗികമായി വാർത്താ സമ്മേളനം വിളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിജ്ഞാപനം വരും. കാരണം ചില വകുപ്പുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഫിഷറീസ്, അങ്ങനെ ചില തർക്കങ്ങളുണ്ട്. അത് ഇന്നത്തോടെ പരിഹരിച്ച് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വരും. അല്ല, അത് ഘടകകക്ഷികളുമായിട്ടുള്ള തർക്കം പരിഹരിക്കുമ്പോൾ പാർട്ടിക്കകത്ത് ചില റീഅറേഞ്ച്മെന്റ്സ് നടത്തേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ. അത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക, ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയമാണല്ലോ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികളൊക്കെ മികച്ച ചികിത്സ ലഭിക്കുന്ന സംവിധാനം ഉണ്ടാവുക, ആവശ്യത്തിനുള്ള മരുന്നുകൾ ആശുപത്രിയിൽ ലഭ്യമാക്കുക. ക്രിയാത്മക പ്രതിപക്ഷമായി ഇടതുപക്ഷം പ്രവർത്തിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നല്ല കാര്യങ്ങളെ അംഗീകരിക്കുകയും തെറ്റിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്യും. ആദ്യ ദിനത്തെ പ്രഖ്യാപനങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾ ഒരു ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷം എന്ന രീതിയിലാണ് പ്രവർത്തിക്കുക. ഗവൺമെൻറ്റിനെ ഞങ്ങൾ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്രിയാത്മകമായ ഏറ്റവും ശരിയായ വിമർശനങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഗവൺമെൻറ്റിനെ കാണുക എന്നുള്ളതാണ്. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് CPI. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് അർഹതപ്പെട്ടതെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കോട്ടയത്ത് പറഞ്ഞു. ആവശ്യത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ ആലോചിച്ചിട്ടില്ല. ഇടതുമുന്നണിയിൽ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് കോൺഗ്രസ് ആലോചിക്കണം. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ കോൺഗ്രസ് മറന്നുപോയി. വൈക്കത്തടക്കമുണ്ടായ തോൽവിയെക്കുറിച്ച് പഠിക്കുമെന്നും വിവിധ മണ്ഡലങ്ങളിൽ CPIക്കുണ്ടായ ജയപരാജയങ്ങളെ വിലയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയത്ത് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. ഇതിലോട്ട് പോകണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യം വെച്ചത് ഏറ്റവും ന്യായമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പുറകോട്ട് പോകേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ സ്ഥാനം അർഹതപ്പെട്ടതാണ്. ഉറപ്പായിട്ടും ചർച്ച നടന്നിട്ടുണ്ടോ? ചർച്ച ഉണ്ടായിട്ടുണ്ടല്ലോ. CPI എല്ലാ ഗൗരവത്തിലും ഈ കാര്യം CPM-ഉമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. തൽക്കാലം CPM സർക്കാർക്ക് അത് ബോധ്യമല്ല. അതിൻ്റെ അർത്ഥം
ചർച്ച ഇനി ഉണ്ടാകില്ല എന്നോ അതേ ചൊല്ലി CPIയും വഴിവരിയാൻ പോകണമെന്നുമല്ല. പാലക്കാട്ടിലെ CPM-ൽ പൊട്ടിത്തെറി നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയതിനെതിരെ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രംഗത്ത് വന്നു. പാർട്ടി അംഗങ്ങൾക്ക് പാർട്ടി ഫോറത്തിലിരുന്ന് നേതാക്കളെ വിമർശിക്കാം. മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിമർശിക്കുന്നത് സംഘടനാ രീതിയല്ല എന്നും നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം നടത്തിയത് പാർട്ടി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CPM പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത് നേരത്തെ വിവാദമായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സംഘടനാ രീതികളുണ്ട്. ആ രീതികളും ആ പ്രക്രിയയും അനുസരിച്ച് ഞങ്ങളുടെ യോഗങ്ങൾ ചേരും. ആ യോഗങ്ങളിൽ എല്ലാവരും ഒരേ അഭിപ്രായം പറയുന്ന പാർട്ടിയല്ലല്ലോ ഞങ്ങളുടെ പാർട്ടി. എല്ലാ കാലത്തും അങ്ങനെയല്ല. സാധാരണഗതിയിൽ ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടി യോഗം കൂടിയാൽ ഒരു 15 അംഗ ലോക്കൽ കമ്മിറ്റി യോഗമാണ് എങ്കിൽ അതിൽ 14 പേര് പങ്കെടുത്തിട്ടുണ്ട്. 14 പേർക്കും 14 അഭിപ്രായമായിരിക്കുന്നത്. വലിയൊരു പരാജയമുണ്ടാകുമ്പോൾ വിമർശനങ്ങൾ സ്വാഭാവികമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അഭിനന്ദനവും ഉണ്ടാകും. വിമർശനങ്ങൾ മുൻ മുഖ്യമന്ത്രിയിലേക്ക് മാത്രം ചുരുങ്ങരുത്. യാഥാർത്ഥ്യബോധമില്ലാതെ വിലയിരുത്തൽ ആണത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ഈ വിമർശനങ്ങൾ ഒന്നും ബാധിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഞാനിപ്പോൾ ഒരു മുൻവിധിയോടുകൂടി പുതിയ ഗവൺമെൻറ്റിനെ കാണുന്നില്ല. അവർ ഭൂരിപക്ഷം നേടി വന്നവരാണ്. സ്വാഭാവികമായും ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം നേടി വരുന്നവർ ഗവൺമെൻറ് രൂപീകരിക്കും. ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ തുടക്കത്തിൽ തന്നെ ഏതെങ്കിലും രൂപത്തിൽ ശാപവാക്കുകളൊന്നും പറയാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വൈക്കത്തെ CPI സ്ഥാനാർത്ഥിയുടെ പരാജയം പഠിക്കാൻ CPI ജില്ലാ എക്സിക്യൂട്ടീവ് യോഗവും ജില്ലാ കൗൺസിൽ യോഗവും ഇന്നും നാളെയുമായി കോട്ടയം ജില്ലാ കൗൺസിൽ ഓഫീസിൽ നടക്കും. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, സംസ്ഥാന എക്സിക്യൂട്ടീവ് P പ്രസാദ് തുടങ്ങിയവർ പങ്കെടുക്കും. വൈക്കം ഉൾപ്പെടെ മുഴുവൻ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് P പ്രസാദ് പറഞ്ഞു. ആ മണ്ഡലങ്ങളിൽ ഞങ്ങൾ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് വൈക്കം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കേണ്ടിയിരുന്ന വേറെയും മണ്ഡലങ്ങളുണ്ടായിരുന്നു. ആ മണ്ഡലങ്ങളെല്ലാം ഞങ്ങൾ ഗൗരവതരമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. മഞ്ജുമ എന്ന യുവതിയെ പൊന്നാനിയിൽ നിന്നുമാണ് പിടികൂടിയത്. കേസിൽ കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളുടെയും ബന്ധം പരിശോധിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. DCPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് കേസിലെ അന്വേഷണം നടക്കുന്നത്. മോഡലിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് ദുബായിലെത്തിക്കുകയും പിന്നീട് മയക്കുമരുന്ന് നൽകി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നുമുള്ള യുവതികളുടെ പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത്. കേസിൽ മുഖ്യപ്രതിയായ സിന്ധു, അലീന എന്നിവരെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ആകെ 5 പ്രതികൾക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 2 പേർ വിദേശത്താണ്. ഇവരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പരാതി നൽകാതിരിക്കാൻ യുവതിക്ക് ഭീഷണിയുണ്ടായിരുന്നു. കൊച്ചിയിലെ ഗുണ്ടാ നേതാവിന്റെ പേരിലായിരുന്നു ഭീഷണി. സെക്സ് റാക്കറ്റിനായുള്ള മനുഷ്യക്കടത്തിൽ ഗുണ്ടാ സംഘങ്ങളുടെ പങ്കും പോലീസ് അന്വേഷിക്കും. ഇവർ ഒരു വിക്ടിമെ കോമൺ പ്ലേസിൽ വെച്ച് പരിചയപ്പെട്ടിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത് വേറൊരു ബ്യൂട്ടി പാർലർ ജോലിക്കിനാണ്. അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ നടന്നിട്ടുണ്ട്. പിന്നെ ഫോണൊക്കെ തന്നില്ല, പാസ്പോർട്ടൊക്കെ മാറ്റി വെച്ച് കുറച്ച് വളരെ ഗുരുതരമായിട്ടാണ് പ്രഷർ. ഫോട്ടോ വീഡിയോഗ്രാഫി എടുത്ത് പിന്നെ ഫർദറായിട്ട് അത് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ള അങ്ങനെ ഒരു രീതിയിൽ പോയിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് വളരെ സീരിയസ് ആയിട്ട് കേസ് എടുത്ത് ഒരു ടീം രൂപീകരിച്ച്. അതേസമയം മോഡലിംഗിനായി വിദേശത്തെത്തിയ തനിക്ക് ക്രൂരപീഡനങ്ങളാണ് ഏൽക്കേണ്ടി വന്നതെന്ന പരാതിക്കാരിയുടെ വെളിപ്പെടുത്തലും പുറത്തു വന്നു. മദ്യത്തിലും വെള്ളത്തിലും മയക്കുമരുന്ന് കലർത്തി നൽകിയായിരുന്നു പീഡനം. പ്രതികൾ നഗ്നദൃശ്യങ്ങൾ വീട്ടിലേക്ക് അയച്ചു കൊടുത്തുവെന്നും യുവതിയുടെ വെളിപ്പെടുത്തലിൽ പറയുന്നു. ഒരുപാട് ശാരീരികമായിട്ട് ഉപദ്രവിക്കും. ഡെയിലി ഡ്രിങ്ക്സിലും ഈവൻ പച്ചവെള്ളത്തിൽ പോലും ഓരോന്ന് കലക്കി തരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു ഫീലാണ് അവിടെ ഉണ്ടാവുക. കൂടാതെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എൻ്റെ ഫോൺ ഇവർ കൈക്കലാക്കിയത് പ്രകാരം എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ ഇവിടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെന്നും എന്നെ ഒഴിവാക്കണം എന്നുള്ള രീതിയിലും 2 യുവതികളാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്താൻ സാധ്യതയുണ്ടെന്നും കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. കൊച്ചി സിറ്റി DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം. അമൃത ന്യൂസ്, കൊച്ചി.
രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 90 പൈസ വർദ്ധിപ്പിച്ചു. ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ തവണയാണ് ഇന്ധനവില കൂട്ടുന്നത്. അതേസമയം നിലവിൽ ഊർജ്ജ പ്രതിസന്ധി ഇല്ല എന്നും ഹോർമുസ് കടലിടുക്കിലൂടെ കൂടുതൽ കപ്പലുകൾ എത്തിക്കാൻ ശ്രമിക്കുന്നതായും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഇന്ധനവിലയിൽ വീണ്ടും നേരിയ വർധനവ്. പെട്രോൾ ലിറ്ററിന് 86 പൈസയും ഡീസൽ 83 പൈസയും വർദ്ധിപ്പിച്ചു. ഇതോടെ ഡൽഹിയിൽ പെട്രോൾ ലിറ്ററിന് 98.64 രൂപയും ഡീസലിന് 91.58 രൂപയുമായി. കേരളത്തിൽ പെട്രോളിന് 109.73 ഡീസലിന് 98.53 രൂപയുമാണ്. പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയാണ് വില വർധനവിന് കാരണം. നേരത്തെ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ വീതം വർദ്ധിപ്പിച്ചിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നതിനാൽ വൻ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നതായും വിപണിയിൽ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാനാകില്ലെന്നും എണ്ണ കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു. അതേസമയം രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും വ്യക്തമാക്കി. അസംസ്കൃത എണ്ണ, PNG, LPG എന്നിവ മതിയായ അളവിൽ ലഭ്യമാണ്. റിഫൈനറികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. ഹോർമൂസ് കടലെടുക്ക് വഴി സ്വതന്ത്രമായ ചരക്ക് നീക്കം ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. പ്രതിസന്ധികൾക്കിടയിലും ഹോർമൂസ് വഴി കൂടുതൽ ചരക്ക് കപ്പലുകൾ ഇന്ത്യൻ തീരത്തെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിലവിൽ 15,000-ത്തിലധികം ചരക്ക് കപ്പലുകളും ജീവനക്കാരും ഹോർമൂസ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി മാറ്റിവെക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് രാജ്യങ്ങളുടെ ശക്തമായ അഭ്യർത്ഥന മാനിച്ചാണ് നടപടിയെന്ന് ട്രംപ് വ്യക്തമാക്കി. തങ്ങൾക്ക് സ്വീകാര്യമായ സമാധാന കരാർ സാധ്യമായില്ല എങ്കിൽ ഇന്ന് ഇറാനെ ആക്രമിക്കാനായിരുന്നു അമേരിക്കയുടെ നീക്കം. എന്നാൽ ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്നാണ് ട്രംപ് നിലപാട് മാറ്റിയത്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് നിർണായക വിവരം പുറത്തുവിട്ടത്. പശ്ചിമേഷ്യയെ വീണ്ടും ഒരു യുദ്ധഭീതിയിലാഴ്ത്തിയേക്കാവുന്ന നിർണായക നീക്കത്തിൽ നിന്നും തൽക്കാലത്തേക്ക് പിൻവാങ്ങി അമേരിക്ക. ഇറാനെതിരെ ഇന്ന് നടത്താനിരുന്ന സൈനിക ആക്രമണം മാറ്റിവെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഗൾഫ് മേഖലയിലെ സമാധാനം കാംക്ഷിക്കുന്ന പ്രമുഖ രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ പിന്മാറ്റമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ താനുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയെന്നും ഇറാനെതിരായ ആക്രമണം ഒട്ടും അനുയോജ്യമല്ലെന്ന് അവർ ആവശ്യപ്പെട്ടതായും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ അംഗീകരിക്കുന്ന US-ന് പൂർണ്ണമായും സ്വീകാര്യമായ ഒരു പുതിയ സമാധാന കരാർ ഇറാനുമായി ഉണ്ടാക്കാൻ മുൻകൈയെടുക്കാമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ട്രംപിന് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഈ ഉറപ്പിന്മേലാണ് ഇന്ന് നടക്കേണ്ടിയിരുന്ന ആക്രമണത്തിൽ നിന്നും വൈറ്റ് ഹൗസ് പിന്തിരിഞ്ഞത്. എങ്കിലും ഇറാനുമേലുള്ള സമ്മർദ്ദം പൂർണ്ണമായി ഒഴിവാക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. ഗൾഫ് രാജ്യങ്ങൾ ഉറപ്പു നൽകിയതുപോലെ ഒരു സമാധാന കരാർ സാധ്യമായില്ലെങ്കിൽ ഇറാനെതിരെയുള്ള കടുത്ത സൈനിക നടപടികളിലേക്ക് തന്നെ അമേരിക്ക നീങ്ങുമെന്ന മുന്നറിയിപ്പും ട്രംപിന്റെ വാക്കുകളിലുണ്ട്. വരും ദിവസങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകൾ പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ബഹിരാകാശ സഹകരണ കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും നോർവേയും. ബഹിരാകാശ ഏജൻസികൾ തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുക, മേഖലയിൽ കൂടുതൽ നിക്ഷേപം എന്നിവയാണ് കരാറിന്റെ ലക്ഷ്യം. കപ്പൽ നിർമ്മാണം, ഹരിത ഊർജ്ജം എന്നിവയടക്കം 12 കരാറുകളിൽ പ്രധാനമന്ത്രിയുടെ നോർവേ സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇന്ത്യയിൽ വാണിജ്യ, സാങ്കേതിക, സുസ്ഥിര ഊർജ്ജ മേഖലകളിൽ $100 ബില്യൺ നിക്ഷേപിക്കുമെന്ന് നോർവേ അറിയിച്ചു. വേനൽ മഴ തുടങ്ങിയതോടെ കാസർഗോഡ് ദേശീയപാതയിൽ വീരമല കുന്നിൽ നിന്ന് മണ്ണിടിയുന്നത് ഭീതി ഉയർത്തുന്നു. കഴിഞ്ഞ വർഷം മഴക്കാലത്ത് ചെറുവത്തൂർ വീരമല കുന്നിൽ നിന്നും മണ്ണിടിഞ്ഞ് കാറിന് മുകളിൽ പതിക്കുകയും ദിവസങ്ങളോളം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. മഴ കനത്താൽ ദേശീയപാതയിൽ വീരമല വഴിയുള്ള യാത്ര ദുസ്സഹമാകും. ദേശീയപാതയിൽ നിന്ന് വീരമലക്കുന്നിലേക്ക് നോക്കുമ്പോൾ ഭീതിയുയർത്തുന്ന ആശങ്ക കുന്നോളമുയരും. ഏത് സമയവും ഇടിഞ്ഞു വീഴാവുന്ന നിലയിലാണ് കുന്നിന്റെ ഇന്നത്തെ അവസ്ഥ. വീരമലക്കുന്നിന്റെ പല ഭാഗങ്ങളിലായി മണ്ണിളകി നിൽക്കുകയാണ്. ചെറുവത്തൂരിൽ ദേശീയപാതയോരത്തുകൂടി കടന്നുപോകുന്നവരും പ്രദേശവാസികളും ഈ മഴക്കാലത്തും ദുരിതം നേരിടേണ്ടി വരുമെന്ന ആശങ്ക പങ്കുവയ്ക്കുന്നു. വേനൽ മഴ പെയ്തതോടെ മണ്ണിടിയാൻ തുടങ്ങിയെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇന്നലെ മഴ വന്നേ, അപ്പോൾ കുറച്ച് ഇടിഞ്ഞതാ, അതെല്ലാം ഇടിഞ്ഞതാ. കഴിഞ്ഞ പ്രാവശ്യം ഇടിഞ്ഞതാണ്, അത് കോൺക്രീറ്റ് ഇടിഞ്ഞിന്. അതിനൊരു ആരോട് ഈ പറയണ്ടേ. കുന്നിൻ മുകളിൽ നിന്ന് മഴവെള്ളം ശക്തമായി ഒഴുകി വരുന്നത് തടയാൻ മാർഗങ്ങൾ സ്വീകരിക്കാതെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കില്ലെന്ന് പ്രദേശവാസികൾ അഭിപ്രായപ്പെട്ടു. മഴക്കാലത്ത് ഈ കുന്നിന്റെ മുകളിൽ നിന്ന് ഭയങ്കര വെള്ളച്ചാട്ടമാണ് താഴേക്ക് വരുന്നത്. അത് ആ കാണുന്ന ആ സ്ഥലം
ആ വെള്ളച്ചാട്ടത്തിനെതിരെ അതിനു വേണ്ടുന്ന ഒരു നടപടി ഇവർ ഇതുവരെ സ്വീകരിച്ചില്ല. ഈ പ്രദേശവാസികളോട് ഈ കാര്യങ്ങൾ അന്വേഷിച്ചാൽ അവർ വ്യക്തമായി പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു പരിപാടി നോക്കാണ്ടാണ് ഈ മണ്ണിങ്ങനെ ഇടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മണ്ണിടിച്ചിൽ തടയുവാനായി വീരമലയിൽ തട്ടുതിരിക്കുന്ന പ്രവൃത്തികൾ നടന്നു വരികയാണ്. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ വൻതോതിൽ മണ്ണിടിഞ്ഞ് അധ്യാപിക സഞ്ചരിച്ച കാറിന് മുകളിൽ പതിക്കുകയും ദിവസങ്ങളോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. ദേശീയപാത വികസനം തുടങ്ങിയത് മുതൽ പ്രദേശവാസികൾ ദുരിതം സഹിക്കുകയാണ്. നിലവിലെ അവസ്ഥയിൽ മഴ കനത്താൽ കുന്നിടിഞ്ഞ് റോഡിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇപ്പോൾ ഈ നെറ്റ് അടിക്കുന്നുണ്ട്. ഈ നെറ്റ് അടിക്കുന്നത് കുന്ന് ഇടിയുന്ന ഭാഗത്തല്ല അടിക്കുന്നത്, ഈ ഉറച്ചു നിൽക്കുന്ന ഈ പാറക്കെട്ടിൻ്റെ ആണ് ഇപ്പോൾ അടിക്കുന്നില്ലത്. ആ കുന്ന് ഇടിയുന്ന സൈഡ് അങ്ങനെ തന്നെ ഉണ്ട് അത്രേ. അതിന് യാതൊരു പോംവഴി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കാലവർഷം എത്താറായിട്ടും സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കുന്നിൻ മുകളിൽ നടത്തുന്ന തട്ടുതിരിക്കൽ പ്രവൃത്തികൾ മന്ദഗതിയിലാണ്. ദേശീയപാതയിൽ നിന്നും വീരമല കുന്നിൻ മുകളിലേക്ക് നോക്കുമ്പോൾ നാട്ടുകാരുടെ മനസ്സിൽ ആശങ്കകൾ ഉയരുകയാണ്. ഏത് സമയവും കുന്നിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. ദിവസങ്ങളായി പെയ്തു വരുന്ന വേനൽ മഴയിൽ തന്നെ കുന്നിൻ്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ടായെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ക്യാമറമാൻ സതീഷ് ഉദമയ്ക്കൊപ്പം ചെറുവത്തൂർ വീരമലക്കുന്നിൽ നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്. വിവാദ രക്ഷാപ്രവർത്തനത്തിൽ തന്നെ ആക്രമിച്ച പോലീസുകാരെ നീക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നിയുക്ത ആലപ്പുഴ MLA AD തോമസ്. SITക്ക് രൂപം കൊടുത്തു. 1 മാസത്തിനുള്ളിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും AD തോമസ് പറഞ്ഞു. സംഭവത്തിൽ ഉടനടി തന്നെ നടപടിയെടുക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യപരമായ സംവിധാനത്തിൽ ചേർന്നതല്ല എന്നാണ് UDF സർക്കാർ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം കൊടുത്ത് 1 മാസത്തിനുള്ളിൽ തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു സ്വാഭാവികമായ ഒരു അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടന്നതിന് ശേഷം ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകി ഒരു തുടർ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് സ്വാഭാവികമായി അങ്ങനെ തന്നെ സംഭവിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാലിന് മറുപടിയുമായി ആശാപ്രവർത്തകർ. ഓണറേറിയം UDF സർക്കാർ വർദ്ധിപ്പിച്ചത് മല എലിയെ പ്രസവിച്ചതുപോലെയാണെന്ന് ആരോപിക്കുമ്പോൾ പ്രസവിക്കാൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നുവെന്ന് ഓർക്കണമെന്ന് ആശമാർ പറഞ്ഞു. വാക്കുപാലിച്ച മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനോടുള്ള നന്ദി സൂചകമായി 21-ാം തീയതി റാലി സംഘടിപ്പിക്കുമെന്നും അവർ വ്യക്തമാക്കി. കഴിഞ്ഞ ധനകാര്യ വകുപ്പ് മന്ത്രി മല എലിയെ പ്രസവിച്ച പോലെയാണെന്ന് പറയുന്നു. അദ്ദേഹത്തിനുള്ള മറുപടി പറഞ്ഞ നിമിഷം മുതൽ ആളുകൾ കൊടുക്കുന്നുണ്ട്. പറയുന്നില്ല ഇവിടെ പ്രസവിക്കാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു. UDF ഗവൺമെൻറ് അധികാരത്തിലെത്തിയാൽ ആദ്യ ക്യാബിനറ്റിലെ ആദ്യത്തെ തീരുമാനങ്ങളിലൊന്ന് ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കും എന്നുള്ളതായിരിക്കും എന്ന് ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നമ്മുടെ സമരപ്പന്തലിൽ വന്ന് നൽകിയ വാഗ്ദാനം ഇന്നലെ അദ്ദേഹം മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റതിന് ശേഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം ആ വാഗ്ദാനം നടപ്പിലാക്കി. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി അനാവശ്യ യാത്രകൾ ഒഴിവാക്കുമെന്ന് മന്ത്രി K മുരളീധരൻ. തിരുവനന്തപുരത്ത് 2 മെഡിക്കൽ കോളേജ് ഉണ്ടാക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കള്ളന്മാരെ പൂട്ടുക തന്നെ ചെയ്യും. ഇക്കാര്യത്തിൽ ഊർജിത അന്വേഷണം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ ഇനിയിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ യാത്രകൾ നടത്തൂ. അല്ലാതെ മന്ത്രിയായതിൻ്റെ പേരിൽ സ്വീകരണങ്ങളോ ചടങ്ങുകളോ ഇല്ല. കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോകുന്ന കാര്യം വേറെ. മറ്റ് സ്ഥലങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യങ്ങൾക്ക് മാത്രമേ യാത്ര നടത്തൂ. ഞാൻ പിന്നെ MP ആയതുകൊണ്ട് ട്രെയിനിൽ സൗജന്യ യാത്രയാണ്. അപ്പോൾ സർക്കാരിലേക്ക് കഴിയുന്ന ചെലവ് കുറയ്ക്കുക, അതാണ് ഞങ്ങൾ മന്ത്രിമാരുടെ ചുമതല. IPL-ൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടും. രാത്രി 7:30 മുതൽ ജയ്പൂരിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്തുള്ള രാജസ്ഥാന് പ്ലേ ഓഫിലേക്ക് കടക്കാൻ ഇന്ന് ജയം അനിവാര്യമാണ്. ഫിഫ ലോകകപ്പിനുള്ള 26-അംഗ ബ്രസീൽ ടീമിനെ പ്രഖ്യാപിച്ചു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ താരം നെയ്മർ ടീമിൽ തിരിച്ചെത്തിയതാണ് സ്ക്വാഡിലെ പ്രധാന ആകർഷണം. അതേസമയം മികച്ച ഫോമിലുള്ള ജോവ പെട്രോയെ ടീമിൽ ഉൾപ്പെടുത്താത്തത് വലിയ ചർച്ചയായിട്ടുണ്ട്. പരിക്ക് കാരണം ലിവർപൂളിന്റെ കഴിഞ്ഞ 10 മത്സരങ്ങൾ നഷ്ടമായ പ്രമുഖ ഗോൾ കീപ്പർ അലിസൺ ബെക്കർ ടീമിൽ തിരിച്ചെത്തി. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക. നമസ്കാരം.